സിറ്റി ഹീറോ ഷൊർണൂരിലൂടെ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം. സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ്. സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ സിറ്റി മൊബൈൽസ്. സിറ്റി മൊബൈൽസ്, ബൈപ്പാസ് റോഡ്, ഷൊർണൂർ. കുറുമല സ്വദേശിയായ യുവാവ് ശസ്ത്രക്രിയയ്ക്കായി സുമനസ്സുകളുടെ സഹായം തേടുന്നു. കോണിത്തൊടി വീട്ടിൽ ചാത്തന്റെ മകൻ 44 വയസ്സുള്ള പ്രകാശാണ് ഇരുവൃക്കകളും തകരാറിലായി ചികിത്സയിൽ കഴിയുന്നത്. ചേലക്കര 15-ാം വാർഡ് കുറുമലയിൽ ചാത്തന്റെ മകൻ 44 വയസ്സുള്ള പ്രകാശ് വൃക്കകൾ തകരാറിലായി കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഭാര്യയും 11 വയസ്സായ മകളും അമ്മയും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏകാശ്രയമായിരുന്നു പ്രകാശ്. പ്രകാശിന് വൃക്ക നൽകാൻ ഭാര്യ പ്രേമകുമാരി തയ്യാറാണ്. എന്നാൽ ചികിത്സയ്ക്ക് ആവശ്യമായ തുക കണ്ടെത്താൻ ബുദ്ധിമുട്ടുകയാണ് ഈ നിർധന കുടുംബം. ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ വൃക്ക മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. ഏകദേശം അതിന് 10 ലക്ഷം രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. ഇതിനുവേണ്ടി 15-ാം വാർഡ് മെമ്പറും ഞാനും നമ്മുടെ നാട്ടിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ജനങ്ങളും കൂടി ഒരു ജനകീയ കമ്മിറ്റി രൂപീകരിക്കുകയും ഇതിനുവേണ്ടി പൈസ സ്വരൂപിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിലും നാട്ടുകാരുടെ അകമഴിഞ്ഞ സഹായമുണ്ടെങ്കിൽ മാത്രമേ ഈ 10 ലക്ഷമെന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. അതിനുവേണ്ടി ഞങ്ങളെ ഓരോരുത്തരും നമ്മളെ പ്രകാശനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി സഹായിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചു. വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കുമായി ഏകദേശം 10 ലക്ഷം രൂപയോളം ചിലവ് വരുമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. പ്രകാശൻ്റെ ചികിത്സ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്നത്. അതിനുവേണ്ടി ഏകദേശം 10 ലക്ഷം രൂപ ചിലവ് വരും എന്നാണ് ഞങ്ങൾ ഈ ചികിത്സാ ധനസഹായ സമിതി കൂടി ആലോചിച്ചപ്പോൾ 10 ലക്ഷം രൂപ ചിലവ് വരും എന്നാണ് കണക്കാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഈ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആണല്ലോ, അതുകൊണ്ട് ഭാര്യയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞതിന് ശേഷവും കുറച്ച് ദീർഘമാസങ്ങൾ അവർക്ക് വേണ്ട ചികിത്സയും അവരുടെ മറ്റ് ചിലവുകളുമൊക്കെ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. ആ കുടുംബത്തോടൊപ്പം കുറച്ച് 1 വർഷത്തോളമെങ്കിലും ഒപ്പം സഞ്ചരിക്കേണ്ടതുണ്ട് ഈ കമ്മിറ്റിക്ക്. അതുകൊണ്ട് വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന കൂലിപ്പണിക്കാരനായ ഒരു ആളാണ് പ്രകാശൻ. അപ്പോൾ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ജീവിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ ഈ പ്രദേശത്ത് അത്ര വലിയ സാമ്പത്തിക സ്ഥിതിയുള്ള ആളുകളുമല്ല. അതുകൊണ്ട് ഈ വാർത്ത കാണുന്ന ആളുകൾ വലിയ രീതിയിൽ തന്നെ ഈ ചികിത്സാ സമിതിയിലൂടെ പ്രകാശിനെ സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. 15-ാം വാർഡ് മെമ്പർ ജാനകി ടീച്ചർ ചെയർമാനായും 16-ാം വാർഡ് മെമ്പർ VK ഗോപി കൺവീനറായും പ്രകാശ് ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. സാമ്പത്തിക സഹായത്തിലേക്ക് എല്ലാ നാട്ടുകാരും അകമഴിഞ്ഞ് സഹായിച്ച് ഈ പ്രകാശൻ്റെ സർജറി വിജയിപ്പിക്കുന്നതിന് വേണ്ടിയും തുടർന്നുള്ള ചികിത്സയുടെ സാമ്പത്തിക സഹായങ്ങൾക്കും വേണ്ടി അകമഴിഞ്ഞ് സഹായിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. ചേലക്കര കുറുമല 15-ാം വാർഡ് നിവാസിയായിട്ടുള്ള പ്രകാശ് ചേട്ടൻ്റെ ചികിത്സാ സഹായ ഫണ്ടിലേക്ക് എല്ലാവരും അകമഴിഞ്ഞ് സഹായം ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. റൈറ്റ് വിഷൻ ന്യൂസ്, ചേലക്കര.